നമസ്കാരം. എസ് വി ജേണലിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. എപ്പോഴും പറയാറുള്ളത് പോലെ തന്നെ നമ്മുടെ വീഡിയോയുമായി ബന്ധപ്പെട്ടിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അതോടൊപ്പം അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം കമൻറ്റുകളായി രേഖപ്പെടുത്തുക. അപ്പോൾ പറഞ്ഞു വരുന്നത് ധർമ്മടം എന്ന് പറയുന്ന ഒരു മണ്ഡലം വലിയ കോളിളക്കങ്ങൾ സൃഷ്ടിക്കുന്ന, കേരള രാഷ്ട്രീയത്തിൽ തന്നെ ഏറെ പ്രാധാന്യമുള്ള, എല്ലാവരും ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലമാണ്. എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കഴിഞ്ഞ കുറേ കാലമായി 10 വർഷക്കാലമായി പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവ് തന്നെയാണ് ധർമ്മടം മണ്ഡലത്തിന്റെ ഓൾ ഇൻ ഓൾ എന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഇനി ധർമ്മടം മണ്ഡലം എന്ന് പറയുന്നത് വികസന കുതിപ്പിന്റെ കാര്യത്തിൽ എത്രത്തോളം വലുതായിരിക്കുമെന്ന് കേരളം ഒട്ടുക്ക് നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ധർമ്മടത്തിന്റെ MLA ആണ് പിണറായി വിജയൻ സഖാവ്. ആ പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തി കേരളത്തിന്റെ മൊത്തത്തിലുള്ള വികസന കാര്യങ്ങളിൽ എത്രത്തോളം ശ്രദ്ധാലുവായിരുന്നു എന്നുള്ള കാര്യം കഴിഞ്ഞുപോയ 10 വർഷങ്ങളിൽ നമ്മുടെ കേരളത്തിനകത്തുണ്ടായ വലിയ മാറ്റങ്ങളെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോൾ തന്നെ, അല്ലെങ്കിൽ ഒന്ന് ഓർത്തെടുക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാൻ കഴിയുന്നതാണ്. പുതിയ പദ്ധതികൾ പലതുമുണ്ട്. പെൻഷൻ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നമുക്ക് ഏർപ്പെടുത്തി തന്നിട്ടുണ്ട്. കണക്ട് വർക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ചെറുപ്പക്കാർക്ക് പെൻഷൻ കൊടുക്കുന്ന, പെൻഷനല്ല, അവരുടെ ഒരു സ്റ്റൈപ്പൻഡ് കൊടുക്കുന്ന പദ്ധതി തുടങ്ങിയ നിരവധി പദ്ധതികളിലൂടെ കേരളത്തിൽ വളരെയധികം ശ്രദ്ധിക്കപ്പെടുന്ന നിരവധി കാര്യങ്ങൾ നമുക്ക് വേണ്ടി ചെയ്തു തന്ന ഒരു മുഖ്യമന്ത്രി എന്നുള്ള ഒരു ഖ്യാതി എപ്പോഴും പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് അവകാശപ്പെട്ടത് തന്നെയാണ് എന്ന് നമുക്കറിയാം. അതോടൊപ്പം തന്നെ കോവിഡ്, ഓഖി, നമ്മുടെ വയനാട്ടിലെ ഉരുൾപൊട്ടൽ തുടങ്ങിയ കാലഘട്ടങ്ങളിലെല്ലാം ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു സംസ്ഥാനത്തിൻ്റെ അധികാരി എങ്ങനെയാണ് മാനേജ് ചെയ്യേണ്ടത്, എങ്ങനെയാണ് ഇതിനനുസരിച്ച് പ്രവർത്തിക്കേണ്ടത് എന്നുള്ളത് അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ തന്നെയാണ് അദ്ദേഹം മുന്നോട്ട് പോയിട്ടുള്ളത് എന്ന് നമുക്കറിയാം. അതുകൊണ്ട് ധർമ്മടത്തിൻ്റെ വികസന കാര്യങ്ങളെടുത്ത് ഇഴകീറി എണ്ണി പരിശോധിക്കേണ്ട ആവശ്യമൊന്നും സത്യത്തിൽ നമുക്കില്ല എന്ന് നമുക്കറിയാം. കാര്യം, പിണറായി വിജയൻ എന്ന് പറയുന്ന മുഖ്യമന്ത്രി കേരളത്തിന് വേണ്ടി ചെയ്തിട്ടുള്ളത് അത്രത്തോളം വലുതാണ്. ഈ കഴിഞ്ഞ വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് 2ാം ഘട്ട ഉദ്ഘാടനം നമുക്ക് കഴിഞ്ഞ സാഹചര്യത്തിൽ പലരും പിന്നെ ഉമ്മൻചാണ്ടിയുടെ പേരിടണം വിഴിഞ്ഞത്തിന് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവകാശവാദവും ഉയർത്തിക്കൊണ്ട് വരുന്നുണ്ട്. ഉമ്മൻചാണ്ടിയെ അനുസ്മരിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് വരുന്നുണ്ട്. അതിനെ തടയിടാൻ VD സതീശൻ ശ്രമിക്കുന്നുണ്ട്. ഇങ്ങനെ തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട്. അപ്പോഴും നമ്മൾ മനസ്സിലാക്കണം, ഒരു കാലഘട്ടത്തിൽ ഇടതുപക്ഷത്തിന്റെ അജണ്ട എന്തായിരുന്നു? വികസന മുരടിപ്പായിരുന്നോ? അല്ല. ഇവിടെ വിഴിഞ്ഞം തുറമുഖം നടപ്പിലാക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ സമര പരിപാടികൾ സംഘടിപ്പിച്ച് തിരുവനന്തപുരം CPM തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കടകംപള്ളി സുരേന്ദ്രൻ സെക്രട്ടറി ആയിരിക്കുന്ന വേളയിലാണ് ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് നടപ്പിലാക്കണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ട് രക്തസാക്ഷി മണ്ഡപത്തിൽ സമരം നടത്തിയത്. അതോടൊപ്പം തന്നെ മനുഷ്യച്ചങ്ങൽ രൂപീകരിച്ചു, വിഴിഞ്ഞം വരെ നീളുന്ന. അതിൽ പിണറായി വിജയനും പന്ന്യൻ രവീന്ദ്രനും അടക്കമുള്ളവർ അംഗമായിരുന്നു. അപ്പോൾ ആ കാര്യങ്ങളിലും ഇടതുപക്ഷം ഇങ്ങനെ ഒരു സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. വികസന കുതിപ്പിന് വേണ്ടി എന്തെങ്കിലും ചെയ്യണം എൻ്റെ പൊന്നുമ്മൻചാണ്ടി എന്ന് പറഞ്ഞുകൊണ്ട് സമരം നടത്തിയിട്ടുണ്ട്. വികസന മുരടിപ്പ് നേരിട്ട വർഷങ്ങളായിരുന്നു 2021 വരെ, 16 മുതൽ 21 വരെയുള്ള കാലഘട്ടം എന്ന് കേരളത്തിലുള്ള എല്ലാവർക്കും അറിയാം. ഏതൊക്കെ തരത്തിലാണ് കേരളം ശോഷിച്ചു പോയത് എന്നുള്ള കാര്യം നമുക്കറിയാം. അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് കേരളത്തിലുള്ള ഒരുമാതിരിപ്പെട്ടവർക്കറിയാം. അന്ന് 10ാം ക്ലാസ് പരീക്ഷ എഴുതിയിട്ടുള്ളവർക്കും എന്തൊക്കെ അവർക്ക് നേരിടേണ്ടി വന്ന ബുദ്ധിമുട്ടെന്നും ആ കാലഘട്ടത്തിൽ സ്കൂളിൽ പോയിട്ടുള്ള കുട്ടികൾക്ക് വരെ അറിയാം. ഞങ്ങൾക്ക് പുസ്തകമില്ലായിരുന്നു എന്നുള്ള കാര്യം, ഞങ്ങളുടെ സ്കൂളുകൾ പലതും അടച്ചുപൂട്ടൽ ഭീഷണിയിലായിരുന്നു എന്നുള്ള കാര്യം, അങ്ങനെ നിരവധി കാര്യങ്ങൾ ഉമ്മൻചാണ്ടി ഭരിക്കുന്ന കാലഘട്ടത്തിലുണ്ടായി. ജനസമ്പർക്കം എന്ന് പറയുന്ന പേര് കൊടുത്തുകൊണ്ട് മുഖ്യമന്ത്രി ഞങ്ങൾക്കിടയിലേക്ക് വരുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പന്തൽ കെട്ടുക, ആ പന്തലിനുള്ളിലേക്ക് സാധാരണക്കാരായ അംഗവൈകല്യം ബാധിച്ചവരെ കൊണ്ടുവരിക, മനസ്സിന് അത്രത്തോളം ഉറപ്പില്ലാത്ത കുറേയധികം ആൾക്കാരെ കൊണ്ടുവരിക, ശാരീരിക അസ്വസ്ഥതകൾ ബാധിച്ചവരെ കൊണ്ടുവരിക, അവരെ ആംബുലൻസിൽ സ്ട്രെച്ചറിൽ കിടത്തി അവരുടെ തിണ്ണ നിരങ്ങാൻ വേണ്ടി വിട്ട ഒരു സർക്കാരായിരുന്നു ജനസമ്പർക്ക പരിപാടിയിലൂടെ ഉമ്മൻചാണ്ടി സർക്കാർ എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഇത്രത്തോളം ജനങ്ങളെ ബുദ്ധിമുട്ടിച്ച ഒരു സർക്കാർ ഇതിനു മുൻപ് ഉണ്ടായിട്ടേയില്ല എന്ന് പറയേണ്ടി വരും. എന്നാൽ അതിനുശേഷം കാലം കഴിഞ്ഞു ഉമ്മൻചാണ്ടി ഇന്ന് യശശരീരനായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ ആ യശശരീരനായി ഉമ്മൻചാണ്ടിയെ വെച്ചുകൊണ്ട് ഇനി എങ്ങനെ അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് പിടിക്കാം എന്നതിനെക്കുറിച്ച് മാത്രമായി UDFന്റെ ചിന്ത. ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ആ മനുഷ്യനെ ഏറ്റവും കൂടുതൽ ദ്രോഹിച്ചതും UDFും അതോടൊപ്പം തന്നെ അതിനകത്ത് നേതാക്കന്മാരുമായിരുന്നു എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകിച്ച് എടുത്തു പറയേണ്ട ആവശ്യമില്ല. ആകെ അഴിമതിയിൽ മുങ്ങിക്കുളിച്ച് നിൽക്കുന്ന ഒരു സർക്കാരാണ് നിലവിലുള്ളതെന്ന് AK ആന്റണി പോലും പച്ചയ്ക്ക് തുറന്നു പറഞ്ഞ ഒരു സർക്കാരുണ്ടെങ്കിൽ അത് ഉമ്മൻചാണ്ടി സർക്കാരായിരുന്നു എന്നുള്ള കാര്യം നമുക്കറിയാം. ആകെ ഇപ്പോൾ ഉയർത്തി കാണിക്കാൻ PM ശ്രീ പദ്ധതിയിൽ ഒപ്പുവെച്ചതുമായി കുറേയധികം വിഷയങ്ങളല്ലാതെ അതിനപ്പുറത്തേക്ക് വേറെ ഏതെങ്കിലും ഒരു അഴിമതി കഥ എടുത്ത് പുറത്തേക്കിടാൻ കഴിയുന്നില്ല. പക്ഷേ അന്നുണ്ടായിരുന്ന നിരവധി അഴിമതികൾ അത് UDFിലെ പല നേതാക്കന്മാർക്കും അറിയാമായിരുന്നു എന്നുള്ളതാണ് വാസ്തവം. അതെല്ലാം നമുക്ക് തള്ളിക്കളഞ്ഞുകൊണ്ട് ധർമ്മടം മണ്ഡലത്തിലേക്ക് നമുക്കൊന്ന് പോയി നോക്കാം. ധർമ്മടം മണ്ഡലത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത
40% വരുന്ന ന്യൂനപക്ഷ വോട്ടുകളാണ്, എന്നാൽ 60% വരുന്ന തീയ വോട്ടുകൾ അവിടെ അടിഞ്ഞുകൂടി കിടപ്പുണ്ട് എന്നുള്ള ഒരു കാര്യവുമാണ്. അവിടെ 60% വരുന്ന തീയ വോട്ടുകളെല്ലാം ഇടതുപക്ഷത്തെ അംഗീകരിക്കുകയും അതോടൊപ്പം കേഡർ സ്വഭാവത്തോടു കൂടി ഇടതുപക്ഷം പൂർണ്ണമായ ശക്തിയോടുകൂടി നിൽക്കുന്ന ഒരു സ്ഥലം എന്നുള്ള ഒരു പ്രത്യേകതയും ഈ പറയുന്ന ധർമ്മടം നിയോജക മണ്ഡലത്തിനുണ്ട് എന്നുള്ളത് ഒരു സവിശേഷത തന്നെയാണ്. ഇപ്പൊ ചെമ്പിലോട്, കടമ്പൂർ, പെളരശ്ശേരി, തലശ്ശേരി തുടങ്ങിയ ബ്ലോക്കുകൾ, ധർമ്മടം, പിണറായി, മുഴുപ്പിലങ്ങാട്, വേങ്ങാട്, അഞ്ചരക്കണ്ടി തുടങ്ങിയ പഞ്ചായത്തുകളും ഉൾപ്പെടുന്ന ഒരു വലിയ മണ്ഡലം തന്നെയാണ് ഈ പറയുന്ന നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ മത്സരിച്ചു കൊണ്ടിരുന്ന ധർമ്മടം എന്ന് പറഞ്ഞാൽ. അവിടുത്തെ വോട്ടിംഗ് ഏകദേശം ആകെയുള്ള 2,32,260 അവിടുത്തെ ജനസംഖ്യ എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ കാലങ്ങളിലെ ഏകദേശം 50%-ലധികം വോട്ടുകൾ നേടിക്കൊണ്ടാണ് പിണറായി വിജയൻ കഴിഞ്ഞ 2 തവണയായി ധർമ്മടം എന്ന് പറയുന്ന മണ്ഡലത്തിൽ നിന്ന് വിജയിച്ചു വരുന്നതും എന്ന് നമുക്കറിയാം. അതായത് 2016 പിണറായി വിജയൻ ഏകദേശം 36,905 വോട്ടുകൾക്കാണ് അവിടെ ജയിച്ചത്. ഏകദേശം 56.84% വോട്ടുകളുടെ പിൻബലത്തോടു കൂടിയാണ് പിണറായി വിജയൻ ആ സമയത്ത് വന്നത്. കഴിഞ്ഞ തവണ അതായത് 2021 അദ്ദേഹം ജയിക്കുന്നത് ഏകദേശം 50,123 വോട്ടുകൾക്കാണ്. അതായത് ഏകദേശം 59.61% വർധനവ്. അതായത് അല്ലെങ്കിൽ അത്രയും ഉയർന്നിരിക്കുന്നു. ഏകദേശം 2%-ലധികം വർധനവ് അവിടെ വോട്ടിന്റെ കാര്യത്തിൽ പിണറായി വിജയന് ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. അതായത് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു വട്ടം സർക്കാർ ഉണ്ടാക്കിയിരുന്ന അതേ മുഖ്യമന്ത്രി തന്നെ വീണ്ടും മത്സരിച്ചപ്പോൾ അവിടെ വോട്ടിന് നേട്ടം ഉണ്ടാക്കിയെടുക്കാൻ സാധിച്ചു. 2%-ലധികം വോട്ടിന് വർധന ഉണ്ടാക്കിയെടുക്കാൻ പിണറായി വിജയന് അവിടെ സാധിച്ചു എന്നുള്ളതാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കിയെടുക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മൾ നോക്കുമ്പോൾ ഈ പറയുന്ന അവിടെ കഴിഞ്ഞ തവണ പിണറായി വിജയൻ മാത്രമായി 59%-ലധികം 59.61% വോട്ടുകളാണ് അവിടെ നേടിയതെങ്കിൽ UDFന്റെ സി രഘുനാഥ് അവിടെ നിന്ന് നേടിയത് വെറും 28.33% വോട്ടുകൾ മാത്രമാണ്. അതായത് 45,399 വോട്ടുകൾ. CKP ആയിരുന്നു അവിടെ മത്സരിച്ച BJPയുടെ സ്ഥാനാർത്ഥി CK പത്മനാഭൻ. ആ CK പത്മനാഭന് വെറും 9.13% വോട്ടുകൾ മാത്രമാണ് അവിടെ നേടാൻ കഴിഞ്ഞത് എന്നുള്ളത് നമ്മൾ ഓർക്കണം. അപ്പം ഇതാണ് നിലവിലുള്ള സ്ഥിതി വിവര കണക്കുകൾ. നിലവിലുള്ള സ്ഥിതി അനുസരിച്ച് പോയ കാലഘട്ടത്തിലെ കണക്കുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ അവിടെ ഇടതുപക്ഷത്തിന് മുൻതൂക്കമുള്ള ഒരു മണ്ഡലമാണ് ധർമ്മടം എന്നുള്ള കാര്യം നമുക്ക് അടിവരയിട്ട് ഉറപ്പിച്ച് പറയേണ്ടി വരും. എന്നാൽ കഴിഞ്ഞ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഈ ധർമ്മടം നിയോജക മണ്ഡലത്തിൽ ഇടതുപക്ഷത്തിന് ഭൂരിപക്ഷം നേടാൻ കഴിഞ്ഞത് വെറും 25,577 വോട്ടുകൾ മാത്രമാണ്. അതായത് മറ്റുള്ള സ്ഥലങ്ങൾ ലീഡ്, അതായത് നമ്മൾ നോക്കുമ്പോൾ മറ്റ് പഞ്ചായത്തുകളിലെല്ലാം നടന്ന തെരഞ്ഞെടുപ്പ്, അതായത് ഈ പറയുന്ന ധർമ്മടം, പിണറായി, മുഴപ്പിലങ്ങാട്, വേങ്ങാട്, അഞ്ചരക്കണ്ടി തുടങ്ങിയ പഞ്ചായത്തുകളിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ആകത്തുക പരിശോധിക്കുമ്പോൾ അവിടെ എല്ലായിടത്തും ഇടതുപക്ഷത്തിന് മുൻതൂക്കം ഉണ്ടായിരുന്നു. അതിൽ ഇടതുപക്ഷത്തിന് മാത്രമായി അല്ലെങ്കിൽ CPMന് അവിടെ കിട്ടിയ ഭൂരിപക്ഷം 25,577 വോട്ടുകളുടേതായിരുന്നു. നിലവിൽ പിണറായി വിജയൻ അവിടെ നേടിയിരുന്നത് ഏകദേശം 50,123 വോട്ടിന്റെ ഭൂരിപക്ഷമായിരുന്നെങ്കിൽ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഭൂരിപക്ഷം കുറഞ്ഞതായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് അതിനകത്തിലെ മറ്റൊരു കാര്യം. എന്നാൽ നമ്മളിവിടെ മനസ്സിലാക്കേണ്ടത് ഈ വോട്ട് എന്ന് പറഞ്ഞാൽ, അതായത് ഇപ്പം വീണിരിക്കുന്ന വോട്ടിന്റെ കുറവ്, ഇത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പ്രതിഫലിക്കുമോ? ഇല്ല. നമുക്കറിയാം ഇവിടെ വലിയൊരു കാറ്റുണ്ടായി, UDFന്റെ കാറ്റുണ്ടായി. ആ കൊടുങ്കാറ്റിൽ LDF ആടി ഉലഞ്ഞു പോയി, തകർന്നു പോയി എന്നൊക്കെ പറയുന്ന ഒരു സാഹചര്യമാണല്ലോ കഴിഞ്ഞ കുറേ ദിവസമായി തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിന്റെ റിസൾട്ട് വന്നതുകൂടി കൊണ്ടു നടക്കുന്നത്. എന്നാൽ വാസ്തവം അതല്ല. കാരണം ഈ പറയുന്ന തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് വോട്ടിംഗ് പാറ്റേണേ അല്ല നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടിംഗ് പാറ്റേൺ. രണ്ടും തമ്മിൽ എൻ്റെയർ ഡിഫറൻ്റ് ആണ്. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇപ്പോൾ സ്വാഭാവികമായും പലയിടങ്ങളിലെയും എടുത്തു വെച്ച് ജില്ലാ പഞ്ചായത്തിൽ എത്ര വോട്ട് വീണിരിക്കുന്നു എന്നുള്ളതാണ് പലയിടത്തും ഒരു കണക്കായി നമുക്ക് പരിഗണിക്കാൻ കഴിയുന്നത്. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയ്ക്ക് നിന്നുകൊണ്ട് കിട്ടാൻ പറ്റുന്ന വോട്ടിന്റെ എണ്ണം എന്ന് പറയാൻ വളരെ കുറവായിരിക്കും. ആ ഒരു ബൂത്തിലെ കാര്യമാണ് ഞാൻ പറഞ്ഞത്. ഒരു ബൂത്തിൽ വീഴുന്ന വോട്ട് ചിലപ്പം 500-400 വോട്ടുകളാണെങ്കിൽ അതിനേക്കാൾ കുറച്ചുകൂടെ വോട്ടുകൾ കിട്ടുന്നത് എപ്പോഴും ബ്ലോക്ക് പഞ്ചായത്തിലെ മെമ്പർക്കായിരിക്കും കുറച്ച് കൂടുതൽ വോട്ട് കിട്ടാനുള്ള സാധ്യത. കാര്യം അവിടെ മുതൽ പകുതി രാഷ്ട്രീയവും മറ്റേത് പൂർണ്ണമായും വ്യക്തിയിൽ അധിഷ്ഠിതമായ വോട്ടുകളാണ് എപ്പോഴും പഞ്ചായത്ത് മെമ്പർ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് മറിക്കാൻ കഴിയുന്ന വോട്ടുകൾ. എന്നാൽ രണ്ടാമത്തെ ഘട്ടത്തിലേക്ക് എത്തുമ്പോൾ പകുതി വ്യക്തിയും പകുതി രാഷ്ട്രീയവുമായി മാറുന്നു.
എന്നാൽ മൂന്നാമത്തെ ഘട്ടമുണ്ട്, ജില്ലാ പഞ്ചായത്ത്. ആ ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവരെക്കാൾ അധികം വോട്ടുകൾ അല്ലെങ്കിൽ അവിടുത്തെ പൂർണ്ണമായ വോട്ടുകൾ നേടാൻ അവിടുത്തെ ജില്ലാ പഞ്ചായത്തിൽ നിൽക്കുന്ന ആ സ്ഥാനാർത്ഥിക്ക് കഴിഞ്ഞിട്ടുണ്ടാകും. അത് വളരെ ക്ലിയർ ആയിട്ടാണ്. ഏറ്റവും കുറവ് മെമ്പർക്കാണെങ്കിൽ തൊട്ടടുത്ത് കുറച്ചുകൂടെ കൂടിയ വോട്ടുകൾ അവിടുത്തെ ബ്ലോക്കിനും കുറച്ച് കൂടുതൽ അല്ലെങ്കിൽ പരമാവധി വോട്ടുകളെല്ലാം അവർക്ക് ജില്ലാ പഞ്ചായത്ത് മെമ്പറായിട്ട് മത്സരിക്കുന്നവർക്കും ലഭിക്കുക സ്വാഭാവികമാണ്. അപ്പോൾ പാർട്ടി വോട്ടുകൾ അവിടെ കൃത്യമായി വീണിട്ടുണ്ട്. അതുകൊണ്ട് തന്നെയാണ് 7-7 എന്ന് പറയുന്ന ഒരു കണക്കിലേക്ക് ജില്ലാ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് മാറി നിന്നതും നമുക്കറിയാം. എന്നാൽ ഇപ്പം ഇവിടെ UDF പദ്ധതി ഇടുന്നത് ഇങ്ങനെ ഒരു ഭൂരിപക്ഷത്തിൽ LDFന് കുറവ് വന്ന സാഹചര്യത്തിൽ അപ്പം പുതിയതായി മറ്റൊരു സ്ഥാനാർത്ഥി ഇപ്പൊ C രഘുനാഥ് അല്ലാതെ കുറച്ചുകൂടെ യങ് ആൻഡ് വൈബ്രന്റ് ആയിട്ടുള്ള ഒരു നേതാവിനെ ഇറക്കി ധർമ്മടത്ത് പിണറായി വിജയനെ പരാജയപ്പെടുത്താനുള്ള ഒരു ശ്രമമാണ് നടത്താൻ ഉദ്ദേശിക്കുന്നത്. എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ അവർക്ക് ധർമ്മടത്ത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനെ പരാജയപ്പെടുത്തുക എന്നുള്ളതാണ് ലക്ഷ്യം. അപ്പോൾ അവരവിടെ പുതിയ പല പല മുഖങ്ങളെയും പ്രതീക്ഷിക്കുന്നുണ്ട്. ഒന്ന്, കെ സുധാകരൻ അവിടെ ഇറങ്ങിക്കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇവിടെ പരാജയപ്പെടുത്താൻ സാധിക്കും, അതായത് പിണറായി വിജയനെ പരാജയപ്പെടുത്താൻ സാധിക്കും. കാര്യം അദ്ദേഹം കണ്ണൂരിൻ്റെ ഒരു സിംഹക്കുട്ടിയാണല്ലോ. ആ സിംഹക്കുട്ടി അവിടെ കൊണ്ടുവന്ന് ഇറക്കി കഴിഞ്ഞാൽ തീർച്ചയായും അവിടെ പരാജയപ്പെടുത്താം. കണ്ണൂർ പോലെ MV ജയരാജനിൽ നിന്നും ശ്രീമതി ടീച്ചറിനെയൊക്കെ പരാജയപ്പെടുത്തിക്കൊണ്ട് മുല്ലപ്പള്ളി രാമചന്ദ്രൻ അവിടെ നിലനിന്ന ഒരു മണ്ഡലമാണ് കണ്ണൂർ. അത് കഴിഞ്ഞ് കെ സുധാകരൻ അവിടെ വിജയിച്ച് നിൽക്കുന്നു. അപ്പോൾ 2 തവണയായി കെ സുധാകരൻ കണ്ണൂരിൻ്റെ MP ആണ്. അപ്പോൾ കോൺഗ്രസിന് അവിടെ വലിയ തോതിലുള്ള ഒരു വോട്ട് ഷെയർ ഉണ്ട്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് സുധാകരനെ ഒന്നുകിൽ ധർമ്മടത്തേക്ക് പരീക്ഷിക്കുക എന്നുള്ള ഒരു കാര്യത്തിലേക്ക് UDF കടക്കുന്നുണ്ട്. എന്നാൽ അതിന് തടസ്സമായി നിൽക്കുന്ന 2 MP മത്സരിച്ചാൽ മതി എന്ന് പറയുന്ന ഒരു കാര്യമാണ് അവിടെ തടസ്സമായി നിൽക്കുന്നത്. കാര്യം KC വേണുഗോപാലിന് ഓൾറെഡി മത്സരിക്കണം, ഷാഫി പറമ്പിലിന് മത്സരിക്കണം. കെ സുധാകരനെ മത്സരിപ്പിച്ചാലേ കെ സുധാകരനോട് KC വേണുഗോപാൽ പറഞ്ഞ ഒരു മന്ത്രി എന്ന് പറയുന്ന ഒരു സ്ഥാനം നൽകാൻ കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുന്ന ഒരു സാഹചര്യം കൂടി പരിശോധിക്കുമ്പോൾ ഇവിടെ 3 MP മത്സരിക്കാനുള്ള സാധ്യതയുണ്ട്. കാര്യം KCക്ക് ഷാഫി പറമ്പിലിനെ കൈവിടാൻ കഴിയില്ല, അതോടൊപ്പം കെ സുധാകരനെയും കൈവിടാൻ കഴിയില്ല എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ തന്നെ അങ്ങനെ കെ സുധാകരനെ മത്സരിപ്പിച്ചാൽ തന്നെ അവിടെ എങ്ങനെയാണ് സ്പ്ലിറ്റ് ഉണ്ടാകുക എന്നുള്ളതാണ് നമുക്ക് കണ്ടറിയേണ്ട ഒരു കാര്യം. പക്ഷേ കെ സുധാകരനെ സംബന്ധിച്ചിടത്തോളം കെ സുധാകരന് പാലം വലിക്കാൻ വേണ്ടി നിരവധി ആളുകൾ അവരുടെ പാർട്ടിയിൽ തന്നെ ഉണ്ട്. കെ സുധാകരൻ ജയിച്ചു വന്നാൽ ഒരുപക്ഷെ മുഖ്യമന്ത്രി സ്ഥാനത്തിനോ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് നിൽക്കുന്ന പദവിയിലുള്ള ഏതെങ്കിലും ഒരു മന്ത്രിസ്ഥാനത്തിനോ വേണ്ടി വാദിക്കും എന്നുള്ള കാര്യം കോൺഗ്രസിലുള്ള ഒട്ടുമിക്ക ആളുകൾക്കും അറിയാം. പിന്നെ കെ സുധാകരൻ ഇനി മുഖ്യമന്ത്രി സ്ഥാനത്തേക്കോ ഒരു മന്ത്രിസ്ഥാനത്തേക്കോ എത്തിക്കഴിഞ്ഞാൽ പുള്ളിക്കാരൻ്റെ ഇപ്പോഴത്തെ ഒരു സ്വഭാവ സവിശേഷതകളും ആരോഗ്യ പ്രശ്നങ്ങളും കാരണം പുള്ളിക്കാരൻ അത് നേരാമണ്ണം കൊണ്ടു നടക്കാൻ കഴിയില്ല എന്നുള്ളൊരു വസ്തുത അവശേഷിക്കുന്നുണ്ട്. അത് കോൺഗ്രസിലുള്ളവർക്ക് അറിയാം, എസ്പെഷ്യലി ദേവാദാസ് മുൻഷിക്കും അറിയാം, KC വേണുഗോപാലിനും ഇക്കാര്യങ്ങൾ അറിയാം. അതിലുപരിയായി VD സതീശനും അറിയാം. VD സതീശൻ അറിയാവുന്ന ഒരുപക്ഷെ അവർ തമ്മിലുള്ള ഒരു ശത്രുതയുടെ ഭാഗമായിട്ടാണെങ്കിൽ തന്നെയും അതിനകത്തൊരു വാസ്തവമുണ്ട് എന്നുള്ളതാണ് സത്യം. പിന്നീട് അവർക്ക് അടുത്ത നറുക്ക് വീഴാൻ പോകുന്നത് ഷാഫി പറമ്പിലാണ്. എന്തുകൊണ്ടെന്നാൽ ഏറ്റവും കൂടുതൽ അവിടെ മത്സരിപ്പിക്കാൻ സാധ്യതയുള്ള ഒരു നേതാവ് ഷാഫി പറമ്പിലാണ് എന്ന് നമുക്ക് പറയേണ്ടി വരും. ഷാഫി പറമ്പിലിനെ മത്സരിപ്പിക്കാൻ ഇറക്കുമ്പോൾ ചെറുപ്പക്കാരുടേതായ കുറേയധികം വോട്ടുകൾ പിടിച്ചു മാറ്റാൻ ഇവിടെ സാധിക്കുമോ എന്നുള്ളതാണ് UDF ലക്ഷ്യം വെക്കുന്നത്. എന്നാൽ അങ്ങനെ സംഭവിക്കുമോ? അവിടെ നമുക്കറിയാം 40% ന്യൂനപക്ഷ വോട്ടുകളുണ്ട്. അതായത് ഈ പറയുന്ന ധർമ്മടം മണ്ഡലത്തിൽ ഈ 40% വരുന്ന ന്യൂനപക്ഷ വോട്ടുകൾ പിടിക്കുന്നത് കൊണ്ട് മാത്രം അവിടെ ഒരു വിജയം ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കുമോ എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. എന്നാൽ ഷാഫിക്ക് പിണറായി വിജയൻ എന്ന് പറയുന്ന ഒരു നേതാവിനോട് ഏറ്റുമുട്ടാൻ തക്ക സ്കെൽപ്പ് ഇപ്പോഴുണ്ടോ എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. എന്നാൽ ഇല്ല എന്ന് പറയേണ്ടി വരും. എന്തുകൊണ്ടെന്നാൽ ഈ പേരാമ്പ്രയിൽ നടത്തിയിട്ടുള്ള നാടകങ്ങളും അതിനുശേഷം രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന് പറയുന്ന തീർത്തും പെണ്ണുപിടിയനായ ഒരു മനുഷ്യനെ സംരക്ഷിക്കാൻ വേണ്ടി ഷാഫി പറമ്പിൽ നടത്തിക്കൊണ്ടിരുന്ന ശ്രമങ്ങളും ഇന്ന് ഷാഫി പറമ്പിലിന് നെഗറ്റീവ് ഇമേജ് ഉണ്ടാക്കി വെച്ചു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. അതിൽ ഇനിയിപ്പോൾ ഇവരെ വെള്ളപൂശാൻ വേണ്ടി ഇറങ്ങുന്ന ആരൊക്കെ എന്തൊക്കെ പറഞ്ഞിരുന്നാലും ശരി, അതൊരു വാസ്തവമായി തന്നെ അവശേഷിക്കുന്നു. തന്നെയുമല്ല, ഷാഫി പറമ്പിലിനെ പോലെ എക്സ്പീരിയൻസ് ഇല്ലാത്ത ഒരു നേതാവ്, നമ്മൾ തീർത്തും അങ്ങനെ തന്നെ പറയേണ്ടി വരും. ഒരു MP ആയതാണോ ഷാഫി പറമ്പിലിൻ്റെ എക്സ്പീരിയൻസ്? അതല്ലെങ്കിൽ ഒരു MLA ആയിരുന്നതാണോ ഷാഫി പറമ്പിൽ തെരഞ്ഞെടുപ്പിനോടുള്ള അദ്ദേഹത്തിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ? അതും പിണറായി വിജയനെ പോലെ കേരളത്തിൽ ഒരു 10 വർഷക്കാലം കൊണ്ട് ഇത്രയും അധികം ആളുകൾക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്ത ഒരു നേതാവിനെ മലർത്തിയടിക്കാൻ മാത്രമുള്ള, അട്ടിമറിക്കാൻ മാത്രമുള്ള ഒരു ശേഷി ഷാഫി പറമ്പിലിനുണ്ടോ? ഇല്ല. അപ്പോഴും ചില ചോദ്യങ്ങളുണ്ട്. എന്തുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പല കുറ്റകൃത്യങ്ങൾ ചെയ്തിട്ടും ഇതെല്ലാം മറച്ചു പിടിക്കാൻ ഷാഫി പറമ്പിൽ സമയം കണ്ടെത്തിയത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ അത് മറച്ചു പിടിക്കണമെന്നൊരു തോന്നൽ ഷാഫി പറമ്പിലിനുണ്ടായതിൻ്റെ പിന്നിൽ എന്താണ്? ആരാണ് ഷാഫി പറമ്പിലിനെ അല്ലെങ്കിൽ ഷാഫി പറമ്പിലിനെ എന്തിനാണ് അല്ലെങ്കിൽ ഷാഫി പറമ്പിലിന് എന്തിനാണ് രാഹുൽ മാങ്കൂട്ടത്തിന് ഇത്ര ഭയം?
ഏതൊരു ഘട്ടത്തിലും നമ്മൾ പരിശോധിച്ചാൽ മനസ്സിലാവും. സ്വന്തം പാർട്ടിയിലുള്ള വനിതാ നേതാക്കളെ പോലും അടച്ചാക്ഷേപിക്കാൻ പോകുന്ന സൈബർ കൊങ്ങികളെ ഇവിടെ വളർത്തിക്കൊണ്ടുവരുന്നത് ഈ ഷാഫി പറമ്പിലും രാഹുൽ മാങ്കൂട്ടവും ചേർന്ന് തന്നെയാണ് എന്ന് നമുക്കറിയാം. ഈ പറയുന്ന തറവേല കാണിക്കാൻ പോലും ശൈലജ ടീച്ചറെ പരാജയപ്പെടുത്താൻ വേണ്ടി കാഫിർ സ്ക്രീൻഷോട്ട് വരെ പുറത്തിറക്കിക്കൊണ്ട് ഇവരെ നാണം കെടുത്തിയത് ആരാണ് എന്നുള്ള കഥയും നമുക്കറിയാം. അപ്പോൾ എന്ത് തരംതാണ കളിക്കും തങ്ങൾക്ക് കഴിയും എന്ന് തെളിയിച്ചു തന്നവരാണ് UDF-ലുള്ള ഈ യൂത്തുകാർ, പ്രത്യേകിച്ച് യൂത്ത് കോൺഗ്രസ് നേതാക്കന്മാർ. അപ്പോൾ അങ്ങനെ ഒട്ടും വിശ്വസനീയമല്ലാത്ത, വിശ്വസിക്കാൻ കൊള്ളാത്ത ഈ നേതാക്കന്മാരെ ഇറക്കിക്കൊണ്ടുവന്ന് പിണറായി വിജയനെ മലർത്തിയടിക്കാൻ കഴിയുമോ എന്നുള്ളതാണ് നമ്മളുടെ അടുത്ത ചോദ്യം. അപ്പം കോൺഗ്രസ് പരീക്ഷിക്കാൻ പോകുന്ന ഈ പിണറായി വിജയനെതിരെ ധർമ്മടത്ത് പരീക്ഷിക്കാൻ പോകുന്ന 2 സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് അവരുടേതായ പോരായ്മകൾ വീണ്ടും വിധമുണ്ട്, ആവശ്യത്തിൽ കൂടുതലുണ്ട്. ചിലർ പറയുന്നുണ്ട് ഈ പറയാൻ ധർമ്മടത്ത് മത്സരിക്കുന്നത് ഇങ്ങനൊരു കമ്മീഷൻ ഏജന്റാണ് എന്ന് പറയുന്നവരുണ്ട്. അതായത് ഷാഫി പറമ്പിൽ പലരുടെയും കയ്യിൽ നിന്നുകൊണ്ട് തൻ്റെ ചിരിച്ച മുഖം നിലനിർത്തിക്കൊണ്ട് തൻ്റെ പിന്നിൽ കുറേയധികം ആളുകളെ വളർത്തിയെടുക്കാനുള്ള ശ്രമം എന്ന് വെച്ചാൽ താനൊരു ബിനാമിയായി, അതായത് ഷാഫി പറമ്പിൽ ഒരു ബിനാമിയായി മാറി നിന്നുകൊണ്ട് മറ്റു പലരെയും കൊണ്ട് ഈ പറയുന്ന ഒരു കുൽസിത പ്രവർത്തനങ്ങളിലൊക്കെ ഏർപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ ഫലം പറ്റുന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ എന്നുള്ള ഒരു വ്യാഖ്യാനം മൊത്തത്തിൽ കേരള രാഷ്ട്രീയത്തിൽ ചർച്ച ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതിന് ഉദാഹരണം രാഹുൽ മാങ്കൂട്ടത്തിലുണ്ട്, OJ ജനീഷ് ഉണ്ട്. ഈ പറയുന്ന ഒരു ബോധവും ഇല്ലാത്ത ഒരാൾ എങ്ങനെ യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനായി മാറി? OJ ജനീഷ് എന്ത് ക്വാളിറ്റിയാണ് യൂത്ത് കോൺഗ്രസിനെ കേരളത്തിൽ നിന്നുകൊണ്ട് നയിക്കാൻ മാത്രം OJ ജനീഷിനുള്ളത്? ഈ OJ ജനീഷ് 18 ലക്ഷം രൂപയാണ് വെട്ടിച്ചുകൊണ്ട് പോയത്. അതായത് ഈ യൂത്ത് കോൺഗ്രസിലെ സമരത്തിലൊക്കെ പങ്കെടുക്കുന്നവരുടെ ആരോഗ്യ സംരക്ഷണത്തിനും ആശുപത്രി ചെലവിനുമായി പിരിച്ചെടുത്ത തുകയാണ് ഈ 18 ലക്ഷം രൂപ. അത് മുക്കിയ ആളാണ് OJ ജനീഷ്. ഇതുമായി ബന്ധപ്പെട്ട് അദ്ദേഹത്തിനെതിരായ ആരോപണം ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഈ OJ ജനീഷിനെയൊക്കെ പിടിച്ച് യൂത്ത് കോൺഗ്രസിന്റെ സംസ്ഥാന അധ്യക്ഷനാക്കിയതും പിന്നീട് തനിക്ക് ശേഷം തന്റെ നോമിനി എന്നുള്ള നിലയിലേക്ക് കോൺഗ്രസിനെ അധപ്പതിപ്പിച്ചതും ഈ പറയുന്ന ഷാഫി പറമ്പിലാണ് എന്നുള്ള കാര്യം കേരളത്തിലുള്ള കോൺഗ്രസ്സുകാർക്ക് എല്ലാവർക്കും അറിയാവുന്നേ. കേരളത്തിലുള്ള സകലമാന കോൺഗ്രസ്സുകാരുടെയും വീടുകളിൽ പോലും ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ കാണിച്ച തോന്നിവാസങ്ങൾ പൊതിഞ്ഞു പിടിക്കുകയും പരാതിക്കാരികൾ പലപ്പോഴും പരാതി പറയുമ്പോൾ അത് കേട്ടില്ല എന്ന് നടിക്കുകയും ചെയ്ത നേതാവാണ് ഷാഫി പറമ്പിൽ. എന്ന് വെച്ചാൽ ഈ രാഹുൽ മാങ്കൂട്ടത്തിൽ അടക്കമുള്ള കുറേയധികം നേതാക്കന്മാർ കേരളത്തിൻ്റെ യൂത്ത് കോൺഗ്രസിനെ കരുവാക്കിക്കൊണ്ട് നടത്തിയ എല്ലാ തെമ്മാടിത്തരത്തിനും നിശബ്ദമായി നിന്ന ഒരാളാണ് ഷാഫി പറമ്പിൽ. അതിൻ്റെ എല്ലാം ഫലം പറ്റിക്കൊണ്ട് തന്നെ ഇതൊക്കെ ഷാഫി പറമ്പിലിന് നെഗറ്റീവ് ഇമേജ് കൊടുക്കുന്ന ഒരു കാര്യങ്ങളാണ്. ഇതൊക്കെ യാഥാർത്ഥ്യമാണ് എന്നുള്ള കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ല, ഇതൊന്നും ഒരു രാഷ്ട്രീയ ആരോപണം എന്നുള്ള നിലയിൽ ആരും ഉന്നയിച്ചുകൊണ്ടുവരുന്ന വിഷയങ്ങളല്ല. പാർട്ടിക്കുള്ളിൽ തന്നെ പലരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന, ചർച്ച ചെയ്യപ്പെട്ടുകൊണ്ടിരിക്കുന്ന വിഷയങ്ങളാണ് ഈ പറഞ്ഞതെല്ലാം. അപ്പോൾ ഈ സാഹചര്യത്തിലാണ് ധർമ്മടത്തെ തെരഞ്ഞെടുപ്പ് വളരെ ശക്തിമത്തായ ഒന്നായി മാറുന്നത്. അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് നിൽക്കേണ്ട ഒരു മണ്ഡലവും ധർമ്മടമാണ് എന്ന് നമുക്കറിയാം. എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ നിലവിലത്തെ അവസ്ഥ, തദ്ദേശ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞു നിൽക്കുന്ന ഒരു അവസ്ഥ കൂടി പരിഗണിക്കുമ്പോൾ 25,577 വോട്ടുകൾ എന്ന് പറയുന്ന ഒരു മാർജിനിൽ ഇപ്പോഴും LDF ലീഡ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ് ധർമ്മടം. അടുത്ത തെരഞ്ഞെടുപ്പ് ആവുമ്പോൾ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി മത്സരിക്കുന്നത് പിണറായി വിജയൻ ആണെങ്കിലും അല്ലെങ്കിലും ശരി, പിണറായി വിജയൻ ആ ധർമ്മടം മണ്ഡലത്തിൽ മത്സരത്തിനിറങ്ങിയാൽ കൃത്യമായി LDF-ന് വേണ്ട വോട്ടുകൾ ഈ 59 എന്നുള്ള ഒരു 60% മുകളിൽ വോട്ടുകൾ LDF പിടിച്ചെടുക്കാനുള്ള സാധ്യതയാണ് നിലവിലത്തെ സാഹചര്യങ്ങളിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കിയെടുക്കുന്നത്. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം.